പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ഫെബ്രുവരി 20 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി
നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തു നിന്നെ സന്ധിക്കട്ടെ ദൈവവേദലെ. പിതാപുത്രനും പരിശുദ്ധാത്മാശ്രയിച്ച് നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അനുഭവത്തിലൂടെ കർത്താവ് ആരാണെന്ന് നമ്മൾ കണ്ടെത്താൻ ദൈവം നൽകുന്ന അവസരങ്ങളാണ് ജീവിതത്തിൻ്റെ കാലാവസ്ഥ ഭേദങ്ങളെന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് പറയണത് സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് എപ്പോഴും നിനക്ക് ക്രിസ്തുവിനെ കുറിച്ചുണ്ടാകണം. സമൂഹത്തിന് ക്രിസ്തുവിനെ കുറിച്ച്, നിങ്ങളുടെ വീട്ടിൽ 5 ക്രിസ്ത്യാനികളുണ്ട്, നീയും അപ്പനും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടി 5 ക്രിസ്ത്യാനിയുണ്ട്. പക്ഷേ 5 ക്രിസ്ത്യാനിയും 5 ക്രിസ്തുവിനെയാണ് അറിയണത്. 5 ക്രിസ്തുവിനെ അതിൻ്റെ ഏറ്റവും ഷാർപ്പ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള അറിവിലേക്ക് നമ്മൾ ഓരോരോ രീതികളിൽ വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയുന്നു എന്നുള്ളത് നമ്മൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയണമെന്നുള്ളതിൻ്റെ ഒരു ദൂരമാണ്. അത് ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് മറ്റുള്ള ആൾക്കാരൊക്കെ പറയണത്. മത്തായി 16:13. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ജനങ്ങളിപ്പോൾ എന്തെല്ലാം, ഇപ്പം കർത്താവ് ഒരു പ്രവാചകനാണ് എന്ന് പറയും. അങ്ങനെ പല മനുഷ്യരും പല കാര്യങ്ങളും യേശുവിനെ കുറിച്ച് പറയും. അതൊന്നും നമ്മൾ ബാധിക്കുന്ന വിഷയങ്ങളേ അല്ല. ഇപ്പം ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ, ആ ജനങ്ങൾ പറയുന്ന ക്രിസ്തു എന്തല്ല എന്നാണ് ജനങ്ങൾ പറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല ക്രിസ്തു എന്താണെന്ന് ജനങ്ങൾ പറയുന്നു എന്നല്ല, ക്രിസ്തു എന്തല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. ആ കാര്യം നാളെ നിൻ്റെ നേരെ ചോദ്യം വരും. എന്താണ്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ വെടിപ്പും മെനയുമായിട്ട് ഉത്തരം കൊടുക്കാൻ നമ്മൾക്ക് തയ്യാറായിരിക്കണം. നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, ക്രിസ്തുവിൻ്റെ ഒപ്പം ഇപ്പം ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു മരിയൻ ശുശ്രൂഷകനാണ്. പക്ഷേ എൻ്റെ ടോക്കെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് മരിയൻ എന്താ? ക്രിസ്തുവിലേക്കുള്ളൊരു വാതിലാണ്. എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഞാനും അമ്മയായിട്ട് നല്ല പേഴ്സണൽ ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നത്. അല്ല 2 പ്രാവശ്യം അമ്മ പ്രത്യക്ഷപ്പെടത്തില്ലല്ലോ. ഏറ്റവും വലിയ ഇമോഷണലായിട്ട് എന്നെ എടുത്തു മറിച്ച് കളഞ്ഞത് ഈജിപ്തിൽ വെച്ച് അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്. ഞാൻ എൻ്റെ പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിപ്പോൾ പറയേണ്ട കാര്യമില്ല, പറയേണ്ട സമയത്ത് വീണ്ടും പറയും. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അമ്മയോട്ടുണ്ട്. എങ്കിലും ഞാൻ സംസാരിക്കുന്ന ആരെക്കുറിച്ചാണ്? ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്തിനാണ് ഞാൻ അമ്മയെ ഇത്ര ഇഷ്ടപ്പെടുന്നത്? ക്രിസ്തുവിനെ കൊടുക്കാൻ ദൈവം സെലക്ട് ചെയ്ത ആളാണ് അമ്മ. അമ്മ വയറ്റിലിട്ട് ക്രിസ്തുവിനെ വളർത്തിയ 10 മാസം ഉണ്ടല്ല, ഒരു വല്ലാത്ത ധ്യാനത്തിൻ്റെ ഒരു മാസമാണത്, ആ 10 മാസം. എന്നിട്ട് അമ്മ പ്രസവിച്ച് ലോകത്തിന് വളർത്തിക്കൊടുത്തില്ലേ. ഇനി നമ്മുടെ എല്ലാ പഠനങ്ങളും എല്ലാവിധ അനുഭവങ്ങളും, പഠനങ്ങൾ മാത്രമല്ല അനുഭവങ്ങളും എല്ലാം എന്തിനാണ്? ക്രിസ്തുവിൻ്റെ ആത്യന്തികമായ അറിവിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതായിരിക്കണം. കാര്യം ഒരു വ്യക്തിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യണത് ആദ്യം അനുഗ്രഹം തരും. അപ്പോൾ നമ്മൾ ABCD ക്രിസ്ത്യാനി ആണെങ്കിൽ അനുഗ്രഹങ്ങളൊക്കെ തന്ന് അങ്ങനെ നമ്മൾ കുറച്ചുമ്പോൾ മരിച്ചു പോകും. ചില ആൾക്കാർക്ക് അഭിഷേകം കിട്ടും. അതായത് അവർക്ക് തീഷ്ണമായ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അപ്പോൾ തങ്ങളുടെ വയറിനും കുടുംബത്തിനും വേണ്ടി ജോലിക്കും മാത്രം ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹത്തിൽ അവർ മരിച്ചു പോകും. അനുഗ്രഹത്തിൽ അവർ 90 വയസ്സൊക്കെ ജീവിച്ച് മരിച്ചു പോകും. സെക്കൻഡ് സെക്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തെ സ്ഥലം അഭിഷേകം ഉള്ളവർ ക്രിസ്തുവിനെ കൊടുക്കാൻ നോക്കും മറ്റുള്ളവർക്ക്. ആ അഭിഷേകമുള്ളവർക്ക് എന്ന് പറയുമ്പോൾ, അഭിഷേകമുള്ളവർക്ക് എപ്പോഴും കിട്ടുന്നത് കാര്യം ക്രിസ്തുവിൻ്റെ ഒരു ഭാഗം മുഴുവൻ ത്യാഗമാണ്, മുറിവിൻ ഒടിയുവാണ്. നമുക്ക് ഉയർത്തുന്നേരെ ക്രിസ്തുവിനെ കിട്ടുന്നതിന് മുമ്പ് പാഷൻ ക്രിസ്തുവാണ് നമുക്ക് കിട്ടുന്നത്. ഇത് 50-50 ആണ് ശരിക്കും. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ സത്യക്കേട് കാണിക്കരുത്.
അപ്പം ചില ആൾക്കാരെ കാനഡയിൽ പോകാൻ മാത്രം കിട്ടണ കല്യാണം. അപ്പം കാനഡയിൽ പോകാൻ PR കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഡൈവേഴ്സ് ചെയ്യും. അപ്പോൾ ഇയാൾ ഇവിടെ ആരുടെ കല്യാണം, കാനഡയിലാണ് കല്യാണം കഴിച്ചത്, അതാ PR ആണോ കല്യാണം കഴിച്ചത്? എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് സർക്കാരുടെ മുമ്പിൽ വന്നുകൊണ്ട് സുഖത്തിലും ദുഃഖത്തിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വിവരക്കേട് വിളിച്ച് പറയുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇനി ഒറ്റടക്ക് പോകത്തില്ല, ഇതിനെല്ലാം തിരിച്ചു വരും. നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടാ, ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ല. ഇതെല്ലാം നിങ്ങളുടെ ഒരു കാലമാകുമ്പോൾ ദൈവത്തിന് നിരക്കാത്ത പണിയാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ തിരിച്ചു വരും. ഒരു മാർഗ്ഗമില്ല കാര്യത്തിൽ. ഇതൊക്കെ ചെറുപ്പത്തിൽ തിളപ്പ് കൊണ്ട് ബുദ്ധിയും ബോധം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം കാണിച്ചുകൊണ്ട് ദൈവത്തിനെ കണ്ടി പൊടിയിടുന്ന പരിപാടികളാണ്. ഈ അഭ്യാസങ്ങൾ നിർത്തിക്കൊണ്ട് തിരിച്ചു വരേണ്ടി വരും. എന്ത് കാര്യം, ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ പറയണമല്ലോ, ഇത് 21 ലക്ഷം മനുഷ്യരല്ലേ ഇത്രയും നാൾ അവരുടെ സങ്കടങ്ങൾ കേട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ടാവും കേട്ട് വരുമ്പോഴേ ഓരോ മനുഷ്യൻ്റെ ജന്മം ഇങ്ങനെ നിരർത്ഥകമായിട്ട് പൊലിച്ച് കാണുമ്പോഴേ നമുക്ക് വിഷമം വരും ശരിക്കും. അപ്പോൾ അതാണ് എൻ്റെ വാക്കിലൂടെയൊക്കെ ഇടയ്ക്ക് നിങ്ങൾ കേൾക്കണത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ അനുഭവത്തിലൂടെയെല്ലാം നമ്മൾ പല മനുഷ്യരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും നമ്മളുടെ ഒരു സഭ കൈമാറി തന്ന ക്രിസ്തു അനുഭവം, ഈ അനുഭവത്തിലേക്ക് പോകുന്നവർ ഇതിനെ എല്ലാം എടുക്കേണ്ടത് ഓൾ റോഡ്സ് റോം എന്ന് പറഞ്ഞ പോലെ ഓൾ റോഡ്സ് ക്രൈസ്റ്റ്, എല്ലാ വഴികളും ക്രിസ്തുവിലേക്ക്. അപ്പം അങ്ങനെ ഒരു നിലപാടെടുത്ത് ദൈവത്തിന് നിലപാട് സത്യസന്ധമായിട്ട് തോന്നിയാൽ ദൈവം നിന്നെ ഏറ്റെടുക്കും. അവിടെ വെച്ചാണ് ഈ അഭിഷേകം കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പാഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ് നമ്മൾ ജീവിക്കണത്. ഇപ്പോൾ ഒരു ഭാര്യ ഇട്ടച്ചും പോയാൽ അവൻ്റെ പാഷൻ അവൻ്റെ പാഷനായി, സങ്കടമായി, വേഗം കണ്ട കാലമായി. ഭർത്താവ് ഇട്ടച്ചും പോയാൽ വേഗം കണ്ട കാലമായി. അപ്പോൾ നമ്മൾക്ക് എക്സോർവായി നമ്മൾക്ക് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഉണ്ട് ജീവിതത്തിൽ. ചിലപ്പോൾ ഇന്നലെ ഞാനൊരു പെൺകൊച്ചിനെ കണ്ട്, അവൾ 16 പ്രാവശ്യം മൊഡ്യൂളെടുത്ത്, ജർമ്മൻ 2 മൊഡ്യൂൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അവൾ എന്നെ കണ്ണടപ്പം തന്നെ കുഞ്ഞു നിലക്ക് നിലവിളിക്കുക. പാഷനാണ്. നിങ്ങളതിൽ നിന്നൊക്കെ കരകയറി വരും. പക്ഷെ ആ പാഷൻ്റെ സമയത്ത് കർത്താവിൻ്റെ പീഡാസഹനം എന്നിലൂടെ പൂർത്തിയാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ എന്ന പോരായ്മ എന്ന് പറഞ്ഞ വാക്കുണ്ട്. അട്ടിപ്പൊടിയാണത്. കൊളോസ്യസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ബൈബിളിലെ ഏറ്റവും ടോപ്പ് വെളിപാടുകളിലൊന്നാണിത്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമ്മളിലുണ്ട്. അതിൻ്റെ ഷെയർ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മളുടെ കഷ്ടനഷ്ടങ്ങളിലൂടെയാണ് അത് നമുക്ക് ഫീൽ ചെയ്യണത്. അതിനെ എന്താ പറയണത്, സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് അപ്പം ഞാൻ ക്രിസ്തുവിനോട് സഹിക്കുകയാണ് ശരിക്കും പറയണത്. അപ്പം ഈ ക്രിസ്തുവിനോട് സഹിക്കുന്നവരെന്താ ചെയ്യണത്, ക്രിസ്തുവിനോട് കൂടെ നേടുമെന്നുണ്ട്. 2 തിമോത്തി 2:12 നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടി വാഴും. അപ്പം അതായത് ക്രിസ്തുവിനോട് സഹിക്കുന്നവർ ക്രിസ്തുവിനോട് കൂടെ നേടുമെന്നുള്ള ആ വചനത്തിനോട് ചേർന്ന ഇത് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ധ്യാനിക്കുന്ന വിഷയം എന്താണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നുള്ള ചോദ്യമല്ലേ. അപ്പം ജനങ്ങൾ പറയുമ്പോഴും നമ്മളെ അനുഭവത്തിൽ ജനങ്ങൾ പലതും പറയും. ക്രിസ്തുവിനെക്കുറിച്ചുള്ള എല്ലാ വിഡ്ഢിത്തരങ്ങളും ആയിരിക്കും അത്. മറിച്ച് നമ്മൾക്ക് അനുഭവവേദ്യമായ ഒരു ക്രിസ്തു, നമ്മുടെ ക്രിസ്തു, നിൻ്റെ സ്വന്തം ക്രിസ്തു. അതൊരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് 5 ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനിലാണ് ക്രിസ്തുവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ എപ്പോഴും കർത്താവിനോട് ആഭിമുഖ്യമുള്ള വ്യക്തി എന്ന നിലയിൽ ക്രിസ്തുവിനെക്കുറിച്ച് അറിവിൽ 1-ാം സ്ഥാനത്ത് എത്താൻ നോക്കണം. കാര്യം അറിവിൽ വളരുക. 2:10-3:18 നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അറിവിലും വളരുവിൻ. അപ്പം ഈ 5 പേരുടെ വീട്ടിലുണ്ടെങ്കിലും
ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ നീ കർത്താവിനോട് ആഭിമുഖ്യം ഉള്ള ആളെന്ന രീതിയിൽ അറിവിൽ വളരണമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഇന്നലെ കിട്ടിയ അറിവായിരിക്കത്തില്ല ഇന്ന് കിട്ടുന്ന അറിവ്. അപ്പം ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞില്ലേ, അത് മരണം വരെ ആ ചോദ്യത്തിന് നീ അനുഭവങ്ങളും അറിവിലും വളർന്നുകൊണ്ട് ഉത്തരം കൊടുക്കണം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.